മിസ് ചെയ്യരുത്. ഫസ്റ്റ് ഉണ്ടാക്കേണ്ട ഒരു ഐറ്റമായിരുന്നു. ഇന്ന് നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാം. ഒരു കുക്കറിലോട്ട് കുതിർത്തി വെച്ച കടല ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് 1 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ കടല ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് 50 ഗ്രാം വീതം കുമ്പളങ്ങയും ചേനയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, 2 പച്ചക്കായ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കും. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 സ്ട്രിപ്പ് കരിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം. ഒരു പാൻ വെച്ചെടുത്ത് അതിലോട്ട് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ നല്ല ജീരകം, 2 സ്ട്രിപ്പ് കരിവേപ്പില, 1 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ട് ഒപ്പിച്ചെടുക്കണം. ഏതാണ്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിൽ നിന്നൊരു 1/4 ഭാഗം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി 50 ml മാത്രം വെള്ളം ചേർത്ത് നമുക്കതൊന്ന് അരച്ച് ബാക്കിയുള്ള തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച കൂട്ടിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മുടെ കൂട്ടുകറി ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഓണർ റെസിപ്പീസ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഫസ്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു ഈ കൂട്ടുകറി. പിന്നെ അതങ്ങനെ സാമ്പാറായി, രസമായി, അങ്ങനെ പോയി. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഈ കൂട്ടുകറി മിസ് ചെയ്യരുത്. ഒന്നും പറയാല്ല, നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റമാണ് കേട്ടോ കൂട്ടുകറി. ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.